ഈ യുവദമ്പതികളാണ് താരങ്ങൾ. ഞാനടക്കം ഒരു 7 അംഗ സംഘത്തിനെ വേളാങ്കണ്ണിയിലേക്ക് നയിക്കുന്ന ധീരവീര സഖാക്കൾ. നമ്മുടെ മുൻ വീഡിയോകളിലൂടെ പ്രസിദ്ധനായ ഷാജുവിൻ്റെ വൈഫ് ലിജിയുടെ പാരൻസാണ് ഇവർ. ലിജിയുടെ 4 അനുജത്തിമാരിൽ ഒരാളാണ് ഷീജ ഞങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെ തുള്ളിക്കളിക്കുന്ന ഒരു കുഞ്ഞിപ്പുഴുണ്ട്, ഷാജുവിൻ്റെ മോളാണ്, പേര് അനു. ക്യാമറയുടെ പുറകിൽ അനുവിൻ്റെ വിദഗ്ധ കരങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അനുവിനൊരു കയ്യടി കൊടുക്കാം, ഈ വീഡിയോയ്ക്ക് ലൈക്കുകളും കൊടുക്കാം. ചിന്നുകുട്ടി ചിന്നാണോ? ഞാൻ വീഡിയോ ആണ് എടുക്കണം കേട്ടോ. പാതിരയോട് അടുത്ത സമയം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. യാത്ര അയക്കാനായിട്ട് ഷീജയുടെ ഹസ്ബൻഡ് തോമസും മോള് മിന്നും എത്തിയിട്ടുണ്ട്. രാത്രി 11 മണിക്ക് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ നാഗപട്ടണത്തിലെത്തുന്നത് നാളെ ഉച്ചയോടടുക്കുമ്പോഴാണ്. തമിഴ്നാട് ഇപ്പോൾ പണ്ടത്തെ തമിഴ്നാടല്ല, ആകെ പച്ചപ്പാണ് കാണുന്നത്. തെങ്ങുകളുണ്ട്, വാഴകളുണ്ട്, ഒരുപാട് കൃഷികളുണ്ട്. എല്ലാം കേരളത്തിലെ വെള്ളം കൊണ്ടാണെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായിട്ട് തമിഴ്നാടിൻ്റെ പരിശ്രമമാണ്, യജ്ഞമാണ് ഈ കാണുന്നതൊക്കെ. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. വേളാങ്കണ്ണിയിൽ ബുക്ക് ചെയ്തിട്ടുള്ള ബീച്ച് റിസോർട്ടിൻ്റെ ആൾക്കാർ വണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണിക്ക് വേണമെങ്കിൽ ട്രെയിന് പോകാം, ഈ ട്രെയിന് കണക്ഷനുണ്ട്. അതല്ലെങ്കിൽ ട്രിച്ചിയിൽ ഇറങ്ങുകയാണെങ്കിൽ ട്രിച്ചിയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ട്രെയിൻ കിട്ടുന്നതാണ്. ഇലക്ഷൻ പ്രചരണം നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ വീഡിയോകളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ വേളാങ്കണ്ണിയിൽ എത്തുമ്പോൾ നിർത്തുന്നതായിരിക്കും. നമ്മുടെ അക്കോമഡേഷനിലേക്ക് എത്തുമ്പോഴേ നമ്മൾ നിർത്തുന്നത്. പിന്നെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് തന്നെ ഉദ്ദേശിക്കാം. വേളാങ്കണ്ണിയിലേക്ക് എത്തിയപ്പോൾ തിരക്ക് വർദ്ധിച്ച് കാണാം. കടകളുണ്ട്, ദിവസങ്ങളിലും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കാണാം. വേളാങ്കണ്ണി മാതാവിനെ കൊണ്ട് ഉപജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ഇവിടെ. ഹോട്ടലുകളായാലും ഹോസ്റ്റലുകളായാലും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പള്ളിയുടെ വന്നതുകൊണ്ട് ഉള്ള തീർത്ഥാടകർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. തൽക്കാലം നിർത്തുകയാണ്. ഇനി കളികൾ വേളാങ്കണ്ണിയിൽ.